ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ BMTC ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമ്മളിവിടുന്ന് ഒരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ട്. ഒരു 8 സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള. അപ്പോൾ ബാംഗ്ലൂർ ദർശിനി എന്നാണ് ബസ്സിൻ്റെ പേര്. ഇന്ന് നമുക്ക് ബാംഗ്ലൂർ ദർശിനിയിലൂടെ ഇവിടെ വെക്കുന്നത് കാണാം. ഇതാണ് നമ്മളുടെ ബാംഗ്ലൂർ ദർശിനി ബസ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ആൾ പൊതുവെ കുറവാണ്. ഞങ്ങളാകെ 8 പേര് മാത്രമേ ഇന്ന് ഈ ബസ്സിൽ ട്രാവൽ ചെയ്യാനുള്ളൂ. എന്തായാലും സൈഡ് സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ യാത്രയ്ക്കായിട്ട് റെഡിയായി കഴിഞ്ഞ്. നമ്മുടെ ഗൈഡ് എത്തിയിട്ടുണ്ട്. പുള്ളി അത്യാവശ്യം ഒരു വാചാലപ്രിയനാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ്. വളരെ മനോഹരമായ ഈ ക്ഷേത്രത്തിന് 200-ൽ പരം പടികളാണുള്ളത്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ പുറമേയുള്ള വീഡിയോകൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇസ്കോൺ ടെമ്പിളിലെ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചത്. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഗവി ഗംഗാധരേശ്വര ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. ജനുവരി പകുതിയോടെ എല്ലാ വർഷവും മകരസംക്രാന്തി ദിനത്തിൽ ഗുഹയിലെ വിഗ്രഹത്തിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെയും ക്ഷേത്രത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതിനാൽ പുറമേയുള്ള വീഡിയോകൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അടുത്തതായി നമ്മൾ ദോഡ ഗണപതി ടെമ്പിളിലാണ് എത്തിയത്. ഈ മനോഹരമായ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ബിഗ് ബുൾ നന്ദി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ പാലസാണ്. ഇവിടെ ഒന്ന് കറങ്ങി അടിച്ച് 2 ഫോട്ടോയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ നല്ല വിളിയായി. പിന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ ലാൽബാഗ് ബട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഒറ്റ പിടിയിൽ. ഇവിടെ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് സമയം വൈകുന്നേരമായി. പിന്നെ നേരെ കർണാടക സിൽക്ക് എംപോരിയത്തിൽ പോയി ജസ്റ്റ് തുണികളൊക്കെ നോക്കി. എന്നിട്ട് നാഷണൽ ഗാലറി മോഡറേറ്റ് മ്യൂസിയത്തിലേക്ക് വെച്ച് പിടിച്ചു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി. പിന്നെ ഇവിടുത്തെ നിയമസഭാ മന്ദിരമായ വിധാന സൗധയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് BMTC ബസ് സ്റ്റാൻഡിലേക്ക് നേരെ ഒറ്റ പിടിയിൽ. അങ്ങനെ നമ്മൾ ടൂർ പാക്കേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു ടിക്കറ്റിന് 450 രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. ആ 450 രൂപയും നമുക്ക് മുതലാകുന്ന രീതിയിലുള്ള സർവീസ് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ BMTC ബസ് സ്റ്റാൻഡിൽ നിന്നും 8:45 ഇവരുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. എന്നെപ്പോലെ ബാംഗ്ലൂർ പരിചയമല്ലാത്ത ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ഓടി നടന്ന് കറങ്ങി കാണാൻ പറ്റിയ സേഫായിട്ടുള്ള നല്ല ഒരു മാർഗം തന്നെയാണ് ഇവരുടെ ഈ സർവീസ് എന്ന് പറയുന്നത്.